പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തയ്യാറാക്കാൻ പോകുന്നത് കപ്പ വേവിക്കുന്നത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു കപ്പ എടുത്ത് നന്നായി പൊളിച്ച് അത് ഇങ്ങനെ ഇതുപോലെ കൊത്തി അരിയണം. തീരെ ചെറുതായിട്ട് അരിയരുത്, ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് എടുക്കണം. നമുക്കിതിനെ നന്നായിട്ട് കഴുകി ഒരു 3-4 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം നമ്മളിതിനെ വേവിക്കാൻ വേണ്ടി വെക്കണം. ഈ കപ്പ ഇത്രയുണ്ട്, അപ്പോൾ ഇത് മുങ്ങി നിൽക്കുന്നത് പോലെ വെള്ളമൊഴിച്ച് നമുക്കിത് വേവിക്കാൻ വെക്കണം. ഇതുപോലെ കപ്പ എടുത്തിട്ട് ഇതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കണം. അതുപോലെ കപ്പ മുങ്ങി നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കും. നമുക്കിതിനെ വേവിക്കാൻ വെക്കാം. കപ്പ ഇവിടെ ഇങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് നമുക്കൊരു പാത്രം വെച്ച് അടച്ച് വെക്കാം. നമുക്ക് കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു അരപ്പ് ആവശ്യമാണ്. അരപ്പിനാവശ്യമായ സാധനങ്ങൾ: തേങ്ങ ചിരവിയത്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഒരു 4-5 വെളുത്തുള്ളി അല്ലി, ചെറിയ ജീരകം, ഒരു പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ എടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതെല്ലാം കൂടെ എടുത്ത് നമുക്കൊന്ന് ചതച്ചിട്ട് വരാം. ഇങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞ് നമുക്ക് കപ്പ വെന്തോന്ന് നോക്കാം. നമ്മുടെ കപ്പ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് വെന്തോന്നൊന്ന് നോക്കാം. അല്പം കൂടെ വേവാനുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്ക് വേവാൻ വേണ്ടി വെക്കാം. അങ്ങനെ നമ്മുടെ കപ്പ വെന്തോന്നൊന്ന് നോക്കാം. കപ്പ ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് വരാം. നമ്മുടെ കപ്പ ഊറ്റിയെടുത്തു. നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇടാം. എന്നിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. നമുക്കിനി കുഴച്ചിട്ട് കാണാം. അങ്ങനെ നമ്മുടെ കപ്പ വേവിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് അല്പം ബീഫിൻ്റെ കറികൾ ഒഴിച്ച് കഴിച്ച് നോക്കാം. അടിപൊളി! നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ടതിന് നന്ദി. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.